PV അൻവർ UDF-ലേക്കില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്ക് വിവരങ്ങൾ തേടാൻ ശിവദാസ് കൻവനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തൊക്കെ കാര്യങ്ങളാണ് PV അൻവർ പങ്കുവയ്ക്കുന്നത്? രോഹിണി, പ്രധാനമായും PV അൻവർ പറഞ്ഞത് UDF-ലേക്ക് ഇനി താനില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF-ലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ചില സമുദായ നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ളവരും UDF പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഇനി UDF-ലേക്ക് താനില്ല. ആര് ശ്രമിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, UDF പ്രവേശനം ഇനി തൻ്റെ മുന്നിൽ ഇല്ല എന്നാണ് PV അൻവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ VD സതീശനാണ്. VD സതീശൻ എന്ന ഒറ്റ വ്യക്തിയാണ് തൻ്റെ ഈ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും താൻ UDF-ലേക്കില്ല. പക്ഷേ പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ ആണ് താൻ LDF-ൽ നിന്നും പുറത്തു വന്നത്. LDF-ൽ നിന്നും രാജിവെച്ച് വന്നത് പിണറായി സത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ്. അത് ഇനിയും താൻ തുടരും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലകൊണ്ടത്. അത് ഇനിയും തുടരും. അതിന് ആര് തടസ്സം നിന്നാലും തുടരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മത്സര രംഗത്തേക്കില്ല, നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗത്തിലുമെല്ലാം തന്നെ PV അൻവർ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ താൻ മത്സരിക്കാൻ ഇല്ല എന്നാണ് PV അൻവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം തൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, കോടികൾ വേണം മത്സരിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ആ മത്സരിക്കാനുള്ള ഒരു പണം പോലും തൻ്റെ കയ്യിൽ ഇല്ല എന്ന് PV അൻവർ പറയുന്നു. തൻ്റെ പണമെല്ലാം തന്നെ കൂടുതൽ തനിക്ക് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വത്തുക്കളെല്ലാം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയും CPM-ൽ നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയും മറ്റു ജനങ്ങൾക്ക് വേണ്ടിയും എല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ കയ്യിലുള്ള പണമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ വസ്തുക്കളെല്ലാം തന്നെ അതിനുവേണ്ടി ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ എല്ലാം ഈ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞു. ഇപ്പോൾ താൻ വട്ടപൂജ്യമാണ്. ഇപ്പോൾ ജപ്തി ഭീഷണിക്ക് മുന്നിലാണ് പല സ്ഥാപനങ്ങളും നിൽക്കുന്നത്. തൻ്റെ പല ബിസിനസ് സ്ഥാപനങ്ങളും നിൽക്കുന്നത് ജപ്തി ഭീഷണിക്ക് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും തൻ്റെ കയ്യിലുള്ള, കോടികൾ വേണം മത്സര രംഗത്തേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും PV അൻവർ വൈകാരികമായി തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. താൻ ഇനിയും ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് PV അൻവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും PV അൻവർ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ UDF-ൽ പോകുന്നില്ല. LDF-ൽ നിന്നും വിട്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി PV അൻവറിൻ്റെ മുന്നിൽ എന്ത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രോഹിണി, ശിവദാസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവറിന്റെ പ്രതികരണം ആ രീതിയിൽ തന്നെയായിരുന്നു. തന്നെ അപമാനിതനാക്കി ദയാവധത്തിനായി വിട്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള പ്രസ്താവനകൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് UDF-ലേക്കില്ല, മുന്നണി പ്രവേശനം തടഞ്ഞത് VD സതീശൻ തന്നെയാണ്. അതുമാത്രമല്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, സാധാരണക്കാരായവരാണ് തന്നോടൊപ്പം ഉള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിരാശയുടെ വാക്കുകളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ വലിയ വിപ്ലവാത്മകമായ പ്രസ്താവനകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞ് അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലാകുന്ന ഒരു സാഹചര്യവും സത്യാവസ്ഥയും PV അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നൊരു ആശങ്കയാണ് അദ്ദേഹത്തിന് മുൻപിൽ ഉള്ളത്. അതുതന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് പങ്കുവച്ചത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോൾ താൻ അത്യാവശ്യം തൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അത്തരത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം തന്നെ
തകിടം മറിഞ്ഞത്, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി, അതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോഴും ED തൻ്റെ പുറകെ ഉണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് തൻ്റെ പുറകെ ഉണ്ട്. നിരവധി കേസുകൾ തനിക്കെതിരായി റവന്യൂ കേസുകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും താൻ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം താൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. PV അൻവറിന് മുൻപിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. കാരണം അദ്ദേഹം LDFിൽ നിന്നും വിട്ടുവന്ന്, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് LDFിൽ നിന്ന് വിട്ടുവന്നത്. പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി LDF വിട്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ഒരു വഴി UDF പ്രവേശനമായിരുന്നു. UDF പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം പല വഴികളും ആദ്യഘട്ടത്തിൽ തന്നെ തേടിയിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് DMK എന്ന ഒരു സംഘടന രൂപീകരിച്ചത്. ആദ്യം തമിഴ്നാട്ടിൽ ചെന്ന, പിന്നീട് തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം ബംഗാളിലെത്തി. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തി. പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി അദ്ദേഹം ചുമതലയേറ്റു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില പ്രധാന നേതാക്കളെ എല്ലാം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും അതിനുശേഷം ആണ് തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്ക് എടുക്കണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് പല വാതിലുകളും മുട്ടിയ. തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് K സുധാകരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. VD സതീശനുമായും അദ്ദേഹം ആ സമയത്ത് തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹം കണ്ടു. PK കുഞ്ഞാലിക്കുട്ടിയുമായി നിരന്തരം ഫോൺ വഴിയും നേരിട്ട് പോയും എല്ലാം തന്നെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച നടത്തി. അതും മുസ്ലിം ലീഗ് വഴിയും ഈ UDF പ്രവേശനം സാധ്യമായില്ല. അതിനുശേഷം ചില സംഘടനാ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട് അതുവഴിയുള്ള ഇടപെടൽ നടത്തി. പക്ഷേ അതും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് ചില പ്രധാനപ്പെട്ട UDFിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിന് മുൻപിൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം കാത്തുനിന്ന് ഇന്നലെ വൈകിട്ട് UDFിൻ്റെ ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. ഓൺലൈൻ യോഗത്തിലും ഇതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അസോസിയേറ്റ് അംഗത്വം നൽകാം എന്നൊരു തീരുമാനം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അസോസിയേറ്റ് അംഗത്വം പോരാ, UDFിലേക്കുള്ള ഘടകകക്ഷിയാക്കി എടുക്കണം എന്നൊരു നിർദ്ദേശമാണ് PV അൻവർ വെച്ചത്. അതല്ലാതെ മറ്റൊരു തീരുമാനത്തിനും മറ്റൊരു നിർദ്ദേശങ്ങൾക്കും താൻ വഴങ്ങില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് PV അൻവർ എടുത്തിരുന്നത്. പക്ഷേ PV അൻവർ നിലവിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എന്തിന് UDFിലേക്ക് എടുക്കണം എന്നൊരു തീരുമാനത്തിലാണ് UDF നേതാക്കൾ എത്തിയത്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ UDFിലേക്കുള്ള ഒരു പ്രവേശനം വഴിമുട്ടുകയാണ് ചെയ്തത്. ഇന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇനി UDFിലേക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ആയിരുന്നു മുൻപ് ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അതെല്ലാം തന്നെ തീർത്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. UDFിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെയുള്ള കൃത്യമായ ഉത്തരം കൂടിയായിരുന്നു അല്പസമയം മുൻപ് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം. രോഹിണി. ശിവദാസ്, നമുക്കറിയാം, പക്ഷേ PV അൻവർ പലപ്പോഴും പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തകിടം മറിയുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. വൈരുദ്ധ്യമായ വാക്കുകൾ അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ തന്നെ PV അൻവർ നടത്താറുമുണ്ട്. അതനുസരിച്ചാണല്ലോ ആദ്യം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നു, പിന്നീട് നിലമ്പൂരിനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. ഒരു പക്ഷേ അപ്പോഴും UDF പ്രവേശനം തന്നെയായിരുന്നു PV അൻവർ സ്വപ്നം കണ്ടിരുന്നത് എന്നാണ്. പക്ഷേ അവിടെയും UDFിനകത്തുള്ള ചില നേതാക്കൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, തൻ്റെ മുന്നണി പ്രവേശനം തടയുന്നത് അവരാണ് എന്നതടക്കമുള്ള പ്രസ്താവനകളുമായി വീണ്ടും മുന്നോട്ട് വരുന്നു. അപ്പോഴും പറഞ്ഞത് മുന്നണി പ്രവേശനമില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു. ഇപ്പോൾ അതെല്ലാം പാടെ മാറ്റിക്കൊണ്ടാണ് മത്സരിക്കാനില്ല, UDFിലേക്കുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, അല്പം നിരാശ കലർന്ന സ്വരത്തിൽ പറയുന്നുണ്ട് മത്സരിക്കാനില്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, പണമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പ്രസ്താവനകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രവണത PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതൊരു അന്തിമ തീരുമാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ?
തീർച്ചയായും അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ LDFിൽ നിന്നും പുറത്തു വന്നത്. പക്ഷേ അതിനു മുൻപ് പിണറായി വിജയനെതിരെ പറയുന്നതിന് തൊട്ടു മുൻപ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമായിരുന്നു. പക്ഷേ ആ സമയത്ത് പിണറായി വിജയന് അനുകൂലമായിട്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ താൻ ഒരു പിതാവായി കാണുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പിതാവിൻ്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കാണുന്നത് എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് P ശശിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എത്തിയപ്പോൾ പിണറായി വിജയൻ P ശശിയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുത്തു. അതോടെയാണ് പിന്നീട് പിണറായി വിജയനെതിരായ ഒരു രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് PV അൻവർ കടന്നത്. അതിനുശേഷം തുടർച്ചയായി തന്നെ അത് തുടർന്നുകൊണ്ടിരുന്നു. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിൽ LDFിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എല്ലാം ശക്തമായി തന്നെ നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നു. അതായത് തുടക്കത്തിൽ എടുത്തിരുന്ന ആ നിലപാടിൽ നിന്നും മാറി പിന്നീട് പിണറായി വിജയനെതിരായ നിലപാടുകളിലേക്ക് വന്നു. പിന്നീട് CPMൽ നിന്നും അല്ലെങ്കിൽ ഇടത് പാളയത്തിൽ നിന്നും അദ്ദേഹം പുറത്താവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം UDFിൻ്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അതിനിടെ അദ്ദേഹം DMK എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അതിൽ ഉറച്ചു നിന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ പൊതുയോഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ DMK പാർട്ടി മാറി പിന്നീട് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്ത രാഷ്ട്രീയ രീതികളും എല്ലാം തന്നെ അദ്ദേഹം കൈക്കൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ UDFിലെ ചില നേതാക്കൾ ചോദ്യം ചെയ്തത്. കാരണം അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ UDF നേതാക്കൾ പിന്നീട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിലപാടിലേക്ക് തന്നെയായിരുന്നു. ഇതോടെയാണ് PV അൻവർ കൂടുതൽ UDFുമായി ഇടഞ്ഞത്. പക്ഷേ എന്നിട്ടും അദ്ദേഹം താൻ UDFിൽ തന്നെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ, തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ആണെങ്കിലും അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ മാറ്റം പലപ്പോഴും UDF നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് VD സതീശൻ അടക്കം ഇത് തുറന്നു പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പിന്നീട് VD സതീശനെതിരായി അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു. തിരിച്ചും അത്തരത്തിൽ UDF നേതാക്കളും അദ്ദേഹത്തിൻ്റെ ഈ PV അൻവറിൻ്റെ ഈ മാറി മറിയുന്ന നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി UDFിൻ്റെ ഭാഗമാകാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. നിലവിൽ മത്സരിക്കാനില്ല, കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതോടൊപ്പം തന്നെ UDFിലേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി ശിവദാസ്, PV അൻവർ UDFിലേക്കില്ല, മത്സരിക്കാനുമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.